അങ്ങോട്ട് വിട്ടോ ഒരു കാര്യം കൊട്ടന്നല്ലേ എടാ കസാരയാണോടാ ഇങ്ങനെ പൊന്തിക്ക് സാറിന് ഒരാളെ എപ്പോഴും വേണം വെച്ച് അത് കഴിച്ചു എങ്ങോട്ടാ ഇതിക്ക് ഈ കാര്യം പിടിച്ചു നോക്ക് വണ്ടി വന്നാ സ്ട്രക്ചർ എടുത്തിട്ട് അതേപോലെ തന്നെ കയറ്റിയാ പോരെ അല്ല അല്ല ഒന്നുമില്ല വണ്ടി ബ്ലോക്ക് ആക്കല്ലേ അവിടെ? ഇല്ല 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 നോക്കാം, ഞങ്ങൾ നോക്കാം. ചേച്ചി പേടിക്കണ്ട, ഒന്നുമില്ല, ഒന്നും സംഭവിച്ചില്ല. മാറി 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 അത് മാറി കൊടുക്കും, മാറി ഇങ്ങോട്ട് കുറച്ചുകൂടെ എടുത്തിട്ടേക്കട്ടെ, കുറച്ചുകൂടെ എടുത്തിട്ടേക്കട്ടെ, കുറച്ചുകൂടെ എടുത്തിട്ടേ പോയിക്കോളൂ. വിട്ടോ വിട്ടോ വിട്ടോ. അദ്ദേഹത്തിന്റെ മകളുടെ കല്യാണം വിളിക്കാൻ വേണ്ടിയിട്ട്
തൊട്ടടുത്ത വീടുകളിലൂടെ വന്നതാണ്. അപ്പോൾ വീടിൻ്റെ പുറകിൽ കൂടിയാണ് കയറി വന്നത്. കിണറിൻ്റെ സൈഡിൽ കൂടിയായിരുന്നു വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ പെട്ടെന്ന് വീട്ടിൽ പട്ടി ഉണ്ടായിരുന്നു, ഒരു ലാബറിൻ്റെ ഡോഗ് ഉണ്ടായിരുന്നു. പട്ടികളെ കണ്ടതും പുള്ളി പെട്ടെന്ന് ബാക്കോട്ട് വെച്ചപ്പോൾ കിണറിൻ്റെ ആൾമറിക്ക് തട്ടി, കാല് തട്ടി. ഇത് നല്ല ഉയരമുള്ള ആളായിരുന്നു. അപ്പോൾ ആൾമറി തട്ടിയതുകൊണ്ട് നേരെ പുറകോട്ട് മലിന് കിണറ്റിലോട്ട് വീഴുകയത്. അപ്പോൾ അത് വീണതിന് ശേഷമാണ് ഞങ്ങൾ കാണുന്നത്. അത്രയാണ് സംഭവം. ആൾക്ക് ആളൊരു എക്സ് മിലിറ്ററി ആണ്. പുള്ളി നല്ല രീതിയിൽ ഇവിടെ സാമൂഹ്യ പ്രവർത്തനമൊക്കെ നടത്തുന്ന ഒരാളാണ്. പക്ഷേ പുള്ളി എല്ലാ വീടുകൾക്കും പരിചയമുള്ളതുകൊണ്ടാണ് വീടിൻ്റെ സൈഡിൽ കൂടെ തന്നെ കയറി വന്നതെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല, അദ്ദേഹത്തിന് ആരോഗ്യപരമായിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല. മേഴ്സിയിലോട്ടാണ് കൊണ്ടുപോയിരിക്കുന്നത്. പക്ഷേ ശ്വാസം മുട്ട് ഉണ്ടെന്ന് തോന്നുന്നു. അതുമാത്രമല്ല, നമ്മുടെ KSEBിയിലെ ലൈമാൻ മുജീബും അയ്യൂബും അതുപോലെ നാട്ടുകാരനായ ഒരു എക്സ്പെർട്ട് കൂടിയാണ് കിണറ്റിലിറങ്ങിയത്. അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഇവരോട് ഇറങ്ങി എത്തുമ്പോഴത്തേക്കും ഇദ്ദേഹം ആ പൈപ്പെ പിടിച്ച് നിൽക്കുമായിരുന്നു. ആ പൈപ്പിൻ്റെ അദ്ദേഹത്തിന് പിടി വിട്ടുകൊണ്ടിരിക്കുമായിരുന്നു പറഞ്ഞു. ഒരു മിനിറ്റ് 2 മിനിറ്റ് കഴിയുവാണെങ്കിൽ പുള്ളി അബോധാവസ്ഥ വെള്ളത്തിലേക്ക് പോകുമായിരുന്നു പറഞ്ഞു. അപ്പോൾ അത്രയും ആ സമയത്തായിട്ട് തന്നെ അവർക്ക് അവിടെ ഇറങ്ങാൻ പറ്റിയത് വലിയൊരു ഗുണമായി. അപ്പോൾ അവരുടെ കയ്യിലാണ് കുറച്ച് നേരം നിന്നത്. പിന്നെ അപ്പോൾ തന്നെ പോലീസ്, ഫയർഫോഴ്സ്, നാട്ടുകാരെല്ലാവരും തന്നെ എത്തുകയും ഒരു 5-10 മിനിറ്റിനുള്ളിൽ തന്നെ അദ്ദേഹത്തെ പുറത്തെത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ മേഴ്സി ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത്. അവിടുന്ന് ഇത് ചികിത്സ ആവശ്യമുണ്ടെങ്കിൽ ഹയർ സെൻ്ററിലേക്ക് പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ്.